ഇല്ല, ഞങ്ങൾക്കിതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞത് പമ്പ ഗണപതിക്ക് ദിവസവും ദീപം തെളിയിക്കുന്ന, വിളക്ക് കത്തിക്കുന്ന പമ്പ ഗണപതി ക്ഷേത്രത്തിലെ പാവം പൂജാരിമാരാണ്. എന്തിനാണെന്നല്ലേ, എപ്പോൾ എന്നല്ലേ? ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയേ കഴിയൂ, അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം നടത്തിയേ കഴിയൂ, അത് തങ്ങൾ നടത്തുന്ന വിപ്ലവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും സംഘവും തമിഴ്നാട്ടിൽ നിന്നും മനീതി സംഘത്തെ കമ്പംമേട്, പാറക്കടവ്, കട്ടപ്പന, കുട്ടിക്കാനം, ഇളവങ്കൽ വഴി ശബരിമലയിൽ കൊണ്ടുവന്നപ്പോൾ, അതായത് 2019 ഡിസംബർ 22 പുലർച്ചെ പമ്പ ഗണപതി ഭഗവാന്റെ മുന്നിൽ വെച്ച് അവർക്ക് ശബരിമലയിലേക്ക് കെട്ടുകെട്ടണം എന്ന് പറഞ്ഞപ്പോൾ, അവർ ആവശ്യമായി വന്നപ്പോൾ, മനീതി സംഘത്തിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകൾ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ മുന്നിൽ വെച്ച് പമ്പാ ഗണപതിക്ക് ദിനവും ദീപം തെളിയിക്കുന്നവരോട്, പൂജാരിമാരോട് പറഞ്ഞപ്പോൾ, അവർ അത്തരത്തിൽ ശബരിമലയിലേക്ക് അവർക്ക് കയറുന്നതിന് കെട്ടുകെട്ടാൻ സഹായിക്കില്ല എന്ന് അവരോട് തെല്ല് ദേഷ്യത്തിലാണ് മറുപടി പറഞ്ഞത്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അവർ സങ്കടത്തോടെയാണ് മറുപടി പറഞ്ഞത്. ഏതായാലും സുപ്രീം കോടതി വിധിയുടെ മറവിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും നടത്തിയത് ഏറ്റവും വലിയ ആസൂത്രണമായിരുന്നു. അത്തരം വെളിപ്പെടുത്തൽ നടത്തിയത്, ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഓരോന്നോരോന്നായി ഇപ്പൊ പുറത്തു വരികയാണ്. അന്ന് സർവീസിലുണ്ടായിരുന്ന, ഇന്ന് വിരമിച്ച ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം വസ്തുതകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ശബരിമല യുവതി പ്രവേശനം നടപ്പാക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റ, ഇവർ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. അതായത് അടിയന്തരമായൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അവിടേക്ക് ശബരിമലയിൽ സന്നിധാനത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള മനീതി സംഘത്തെ എത്തിക്കുകയായിരുന്നു ആ മീറ്റിംഗിന്റെ ലക്ഷ്യം. യുവതി പ്രവേശനം പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് തുടക്കം മുതൽ എതിർത്തത് അത്തരത്തിൽ എതിർത്ത IG ശ്രീജിത്തിനെയും തന്നെയും തിരുവനന്തപുരത്തേക്ക് അന്നേ ദിവസം വിളിച്ചു വരുത്തിയ വിവരം ആ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന, പിന്നീട് സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതിയുമായിട്ടുള്ള പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ അടുത്തിടെ ഉണ്ടായിരുന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ, അവരുടെ പാർട്ടിയുടെ പ്രത്യശാസ്ത്രങ്ങൾക്ക് നിരക്കാത്ത ഒരു അണിയെയും, അതായത് ഒരു പ്രവർത്തകനെയും അവർ കൂടെ കൂട്ടിയിട്ടില്ല. അവിടെയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും പരാജയപ്പെടാൻ കാരണമായത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരുന്നു എന്നവർ കണ്ടെത്തിയത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണെന്ന് അറിഞ്ഞതു മുതൽ ഈ പാർട്ടി അവരുടെ പാർട്ടി അദ്ദേഹത്തെ, പത്മകുമാറിനെ സംരക്ഷിക്കുകയായിരുന്നു. ഇവിടെയാണ് ഈ ചോദ്യം ഉയരുന്നത്. എന്തിന് CPM സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ പങ്കുണ്ടായിരുന്ന, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായിരുന്ന പത്മകുമാറിനെ തുടക്കം മുതൽ സംരക്ഷിക്കണം, അല്ലെങ്കിൽ സംരക്ഷിച്ചു? ഈ കേസിന്റെ തുടക്കം മുതൽ പത്മകുമാർ പറഞ്ഞതൊക്കെയും ഒരുപാട് അർത്ഥതലങ്ങളുള്ള പ്രസ്താവനകളായിരുന്നു. പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞത്, പത്മകുമാർ ദൈവതുല്യനായി കാണുന്നവരാണ് തന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതെന്ന്. പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി തവണ ജാമ്യത്തിന് അപേക്ഷിച്ച പത്മകുമാറിന് ജാമ്യം കിട്ടിയില്ല. ഒടുവിൽ മറ്റെല്ലാ പ്രതികളും പുറത്തിറങ്ങിയ ശേഷം പത്മകുമാറും പുറത്തിറങ്ങി. LDF ഭരണത്തിൽ നിന്ന് പുറത്തുമായി. അങ്ങനെ പിണറായി വിജയൻ ഭരണം അവസാനിച്ചു. പാർട്ടിക്ക്, LDF മുന്നണിക്ക് ഭരണം നഷ്ടമാകാൻ കാരണക്കാരനായ പത്മകുമാറിനെ എന്തുകൊണ്ട് ഇപ്പോഴും CPM എന്ന് പറയുന്ന പാർട്ടി പുറത്താക്കിയിട്ടില്ല, അല്ലെങ്കിൽ പുറത്താക്കുന്നില്ല? ഭരണം നഷ്ടമായതിനെ കുറിച്ച് ആ പാർട്ടി അവലോകന യോഗം നടത്തി. എന്നിട്ടോ തോൽവിക്കുള്ള കാരണങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടായിരുന്നു. CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, പത്തനംതിട്ട ജില്ലാ ഘടകം എല്ലാം കൂടി അവലോകനം നടത്തി. അപ്പോഴേക്കും മുഖ്യധാരാ മാധ്യമങ്ങൾ എഴുതി, പത്മകുമാറിനെ CPM എന്ന് പറയുന്ന പാർട്ടി പുറത്താക്കും. എന്നിട്ടോ ഈ പാർട്ടി പത്മകുമാറിനെ പുറത്താക്കിയോ? പത്മകുമാറിനെ CPM എന്ന പാർട്ടിക്ക് പുറത്താക്കാൻ കഴിയില്ല. കാരണം പത്മകുമാറിന് അറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് സംഭവിച്ചത് എന്ന്. സ്വർണ്ണക്കൊള്ളയിലൂടെ കിട്ടിയ പണം കൊണ്ട് എന്തൊക്കെ ചെയ്തു, പാർട്ടി എന്തൊക്കെ ചെയ്തു എന്ന്
പത്മകുമാറിന് കൃത്യമായി അറിയാം. അത് അദ്ദേഹത്തിന്റെ പല സുഹൃത്തുക്കളോടും അദ്ദേഹം പറഞ്ഞതായുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2019 ശബരിമലയിൽ എന്ത് സംഭവിച്ചു എന്നും സ്ത്രീ പ്രവേശനത്തിൽ എന്തൊക്കെ നാടകങ്ങൾ ശബരിമലയിലും പമ്പയിലും അരങ്ങേറിയെന്നും പത്മകുമാറിനും അവരുടെ പാർട്ടിക്കും അറിയാം. ഇനിയും അങ്ങനെ അത് അറിയുന്നത് കൊണ്ട് തന്നെ പത്മകുമാറിനെ അവരുടെ പാർട്ടി ഒന്നും ചെയ്യില്ല. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയതും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നുവോ എന്നുള്ളതും ഇത്രയും കൃത്യമായി അറിയുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പത്മകുമാറിനോളം മറ്റാരുമില്ല എന്നതാണ് സത്യം. അപ്പോൾ പിന്നെ എങ്ങനെ പത്മകുമാറിനെ പുറത്താക്കും? അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ഈ പാർട്ടി ഇനിയും ഒന്നും ചെയ്യില്ല. ഒരുപക്ഷെ പത്മകുമാർ BJP-യിലേക്ക് അഭയം തേടിയാലോ? അങ്ങനെ വന്നാൽ, സുരക്ഷിത ഇടം കിട്ടിയാൽ പത്മകുമാർ എല്ലാ രഹസ്യങ്ങളും വിളിച്ചു പറയും. അങ്ങനെയാണെങ്കിൽ എല്ലാ രഹസ്യവും പത്മകുമാർ വിളിച്ചു പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രീതിയിൽ പിണറായി വിജയനും സംഘവും നടത്തിയ സകല നാടകങ്ങളും പുറത്തു വരും. ഈ കഴിഞ്ഞ ദിവസം പത്മകുമാറിനെ പുറത്താക്കുമെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതായി തന്നെ വാർത്തയുണ്ട്. അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആ വിഷയം അവിടെ നടക്കുന്ന ദിവസം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു പ്രമുഖ വ്യക്തി, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ ഒരു പ്രമുഖ വ്യക്തി തിരുവനന്തപുരത്തേക്ക് തന്നെ വിളിപ്പിക്കുകയായിരുന്നു. അങ്ങനെ താൻ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും ആ വ്യക്തി തന്നെ കാണാൻ അനുവദിച്ചില്ല എന്നും ഈ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്ന അതേ ദിവസം തന്നെ ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശന നാടകം അരങ്ങേറുമ്പോൾ താൻ തിരുവനന്തപുരത്തായിരുന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയാണ് ആ വാർത്ത കണ്ടത് എന്നും പത്മകുമാർ ഈ അടുത്തിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. ഇത് ഈ പറയുന്ന രീതിയിൽ സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ വിരമിക്കലിന് ശേഷം ഈ സ്ത്രീ പ്രവേശന നാടകത്തിന്റെ പല സത്യങ്ങളും ഇപ്പോൾ വിളിച്ചു പറയുന്നത്. സർ, ഇത്രയും റിസ്ക് എടുത്ത് മനീതി സംഘത്തെ ശബരിമലയിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യപ്പ കോപം കിട്ടും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. അതായത് 2019 ശബരിമലയിൽ യുവതി പ്രവേശന വിപ്ലവം അരങ്ങേറുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും അതിന് കോപ്പ് കൂട്ടുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓഫീസ് ഒരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഇത്തരം കൃത്യങ്ങൾക്ക് മടിയുണ്ട് എന്ന് പറഞ്ഞ ഉയർന്ന പോലീസ് റാങ്കിലുള്ള ചില ഉദ്യോഗസ്ഥർ അവർ തന്നെയാണ് അവരുടെ മേൽ ഉണ്ടായിട്ടുള്ള ആ പ്രലോഭനം, അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറങ്ങി പുറപ്പെട്ടതിനെ കുറിച്ചും അവർ അത് എതിർത്തു എന്നതിനെ കുറിച്ചും വീണ്ടും ഇവിടെ സംസാരമാകുന്നത്. അങ്ങനെ അത്തരത്തിൽ പോലീസ് സംഘത്തെ ആ പറഞ്ഞ് ഏൽപ്പിച്ച പോലീസ് സംഘം വിടവാങ്ങുമ്പോൾ വിജയ് സാക്കറെ എന്ന മറ്റൊരു പോലീസ് ഓഫീസറോടും ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അന്നത്തെ ബോർഡ് അംഗമായിരുന്ന ശങ്കരദാസ്, KP ശങ്കരദാസ് എന്ന ബോർഡ് അംഗത്തിന്റെ മകൻ ഹരിശങ്കർ IPS എന്ന മറ്റൊരു പോലീസ് ഓഫീസറോടും പറഞ്ഞിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നും സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘത്തെ കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ ഇനിയും പുറത്തു വരാൻ നിരവധി സത്യങ്ങൾ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പത്മകുമാറിനെ കൊണ്ട് അയ്യപ്പ സ്വാമി പറയിക്കും. അല്ലെങ്കിൽ ഈ കൊടും കൃത്യങ്ങൾക്ക് കൂട്ടുനിന്ന മറ്റു പലരെ കൊണ്ടും അത് പറയിക്കും. അയ്യപ്പ സ്വാമി ഇപ്പോ നിശബ്ദമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും ഉടൻ പുറത്തു വരും. അത് അയ്യപ്പ സ്വാമി പുറത്തു കൊണ്ടുവരും. നമുക്ക് കാത്തിരിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. സല്യൂട്ട് ഭാരത്.